ാണ് ദൈവത്തിന്റെ അനുഗ്രഹത്താലും AI എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്റ്റെപ്പ് 11 അല്ലെങ്കിൽ പടി 11-ാം പടി അതിനെ കുറിച്ചാണ്. എന്താണ് 11-ാം പടി ബിഗ് ബുക്ക് പറയുന്നത്? 11-ാം പടിയിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിഗ് ബുക്ക് എടുക്കുകയും അതിലെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. ശരിയായ മനോഭാവങ്ങൾ കണ്ടെത്തണം. എന്താണ് ശരിയായ മനോഭാവം? നമുക്കറിയാം, നമ്മൾ ബുക്കിലൂടെ കഴിഞ്ഞ 1-ാം പടി മുതൽ 10-ാം പടി വരെ എത്തിയപ്പോൾ നമ്മൾ മദ്യത്തിന് മുമ്പിൽ അശക്തനാണെന്നും ജീവിതം അനിയന്ത്രിതമാണെന്നും ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഞാനെന്നും എനിക്കൊരിക്കലും കഴിവില്ല, ശക്തിയില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പിന്നീട് ശരിയായ മാർഗം ചെയ്യുന്നതിനായിട്ട് നമ്മൾ പടികൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോ 11-ാം പടി ചെയ്യുന്നത് ശരിക്കും ശരിയായ മാർഗങ്ങൾ എനിക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ബുക്കിലൂടെയാണ് നമ്മൾ 11-ാം പടിയെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കണ്ടെത്തുന്നത്. ഞാനിപ്പോ പുതിയതായിട്ട് വന്ന ആളായുള്ളതുകൊണ്ട് 1939 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ബുക്ക് ഇറങ്ങിയിരുന്നു. അതിന്റെ പേരാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് തന്നെയാണ്, അതിന്റെ പേര് തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന 11-ാം പടിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന് 12 പടി പ്രോഗ്രാമാണ് ഉള്ളത്. 1 മുതൽ 12 പടി പ്രോഗ്രാം. അതിനകത്ത് 11-ാമത്തെ പടിയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. അതിനകത്ത് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വിലയിരുത്തൽ നടത്തുന്നു. ഞാൻ എപ്പോഴെങ്കിലും നീരസമുണ്ടായിരുന്നവനോ സത്യസന്ധതയില്ലായിരുന്നവനോ അസൂയ ഉണ്ടായിരുന്നവനോ ആയിരുന്നോ? ആരോടെങ്കിലും ഞാൻ ഇന്ന് ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും പറയാത്ത എന്തെങ്കിലും രഹസ്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്പോൺസറോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ ഞാനത് പങ്കുവെക്കണം. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. ഭയപ്പാടുള്ളവനും തിരക്ക് കൂട്ടുന്നവനും ആകുന്നതോടെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാതെയാകും. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശരിയായ കാഴ്ചപ്പാടിനായി പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? മുമ്പിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് ചിന്തിക്കും. ഒരു ദിവസത്തേക്കുള്ള പ്ലാൻ പരിഗണിക്കും. നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ രാവിലെ ബിസിനസ്സിന് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കും. പിന്നീട് നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പ് മീറ്റിങ്ങുകളോ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യും. ഇന്ന് വൈകുന്നേരം 11 മണിക്ക് മിഡ് നൈറ്റിൽ പോകണമെങ്കിൽ അത് ചാർട്ട് ചെയ്യും. അങ്ങനെ ഒരു ക്രമപ്പെടുത്തൽ നമ്മൾ ഏർപ്പെടുത്തും. അതായത് ഒരു ദിവസത്തെ പ്ലാൻ. ചിലപ്പോൾ ഒരു കൂട്ടുകാരനെ കൂട്ടിയിട്ട് ഒരു ഡിന്നറിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഉൾപ്പെടാം. ഇതൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരിക്കലും എൻ്റെ സ്വയം സഹതാപമോ എൻ്റെ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾക്കോ കടന്നുകൂടാൻ ഇടയാകാത്ത രീതിയിൽ വേണം ആ 24 മണിക്കൂറിലെ പ്ലാനുകൾ തയ്യാറാക്കേണ്ടത്. വൈകിട്ടാകട്ടെ തിരിച്ചും നമ്മൾ ഇന്ന് പകല് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു റിവ്യൂ എടുക്കുകയാണ്. ആരോടെങ്കിലും നമുക്ക് മോശമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ടോ? നീരസം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോ ഈ 11-ാം പടിയിൽ എത്തുമ്പോൾ തന്നെ ഒരു സാനിറ്റിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് മാറി പക്വമായി ചിന്തിക്കാനും അല്ലെങ്കിൽ ഭ്രാന്തില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ കിറുക്കില്ലാത്ത ഒരവസ്ഥ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തെറ്റായ മനോഭാവങ്ങൾ എന്താണെന്ന് 11-ാം പടിയിൽ നമുക്ക് മനസ്സിലായി കാണും. പ്രഭാതത്തിൽ നമ്മളൊരു പ്രാർത്ഥനയോടെയാണ് പ്രാർത്ഥനയോടെയാണ് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കുന്നത്. ബിഗ് ബുക്ക് പേജ് 77 അത് പറയുന്നുണ്ട്. അത് പിന്നീട് വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ ധാരണ എനിക്കുണ്ടാകുന്നു. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം ഇച്ഛയിൽ നിന്നുള്ള മോചനത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്വാർത്ഥമായ കാര്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അതായത് എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ സ്വാർത്ഥപരമായ ഒരു കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നില്ല. എന്നോട് തന്നെയല്ല ഞാൻ ഇതിന് ഉത്തരം ചോദിക്കുന്നത്, ദൈവത്തോടാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം തന്നെ സ്വല്പം കാത്തിരിക്കും. കോപാകുലനാകുന്നില്ല, സംശയസ്ഥനാകുന്നില്ല, ശരിയായ ചിന്തയ്ക്കും പ്രവൃത്തിക്കുമായി പ്രാർത്ഥിക്കുന്നു. AI മാത്രമാണോ ധ്യാനത്തിനുള്ള മാർഗമുള്ളത്? അല്ല. പല മതങ്ങളും ഈ കാര്യത്തിൽ വളരെ നല്ല ധാരണയുള്ളവരാണ്. ധാരാളം പുസ്തകങ്ങൾ, ആത്മീയ പുസ്തകങ്ങൾ ഇതിന് ലഭ്യമാണ്.
നമുക്ക് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് പുരോഹിതന്മാരുടെ അടുത്തോ സന്യാസികളുടെ അടുത്തോ മുനിമാരുടെ അടുത്തോ മുസ്ലിം പള്ളികളിലെ പുരോഹിതരുടെ അടുത്തൊക്കെ അവരവരുടെ മതത്തിൽപ്പെട്ട ആളോടെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി സംശയം ചോദിക്കുന്നതിന് തെറ്റില്ലെന്ന് ബുക്കിൽ പറയുന്നുണ്ട്. അതുകൂടാതെ 11 പടിക്ക് വാഗ്ദാനങ്ങളുണ്ട്. അത് നമുക്ക് വർക്ക്ഷോപ്പിൽ വായിക്കാം. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്. ഒരു ദിവസത്തേക്ക് മറ്റുള്ളവർക്കായി എന്റെ സമയം പരമാവധി പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയാണ്. ഇനി നമ്മൾ വർക്ക്ഷോപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 11. അത് sought through prayer and meditation to improve our conscious contact with God as we understood Him, praying only for knowledge of His will for us and the power to carry that out. അപ്പോൾ 9ാം പടി പറയുന്നത് അതാണ്. The 11th step shows us how to establish and maintain conscious contact with God. അതായത് 11ാം പടി പറയുന്നത് എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അദ്ദേഹമായിട്ടുള്ള ബന്ധം തുടർച്ചയായിട്ട് സൂക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് 11ാം പടി ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഡസ് സ്റ്റെപ്പ് 11 സജസ്റ്റ്? എന്താണ് 11ാം പടി നിർദ്ദേശിക്കുന്നത്? പേജ് നമ്പർ 85 കൃത്യമായി പറയുന്നുണ്ട്. മലയാളം ബുക്കില് പേജ് നമ്പർ 84 ഈ പടി 11ാമത്തെ ഈ പടി പറയുന്ന കാര്യത്തിൽ നാം ഒട്ടും ലജ്ജ ഉള്ളവരാകരുത്. നമ്മേക്കാൾ കൂടുതൽ മേന്മയേറിയ മനുഷ്യർ അഭംഗുരമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ ആശ്രയിക്കുന്നുണ്ട്. ശരിയായ മനോഭാവം പുലർത്താനും അതിനുവേണ്ടി ശ്രമം ചെയ്യുകയും ചെയ്താൽ പ്രാർത്ഥന ശരിക്കും ഫലം തരുന്നു. ഇതാണ് 11ാം പടി നമ്മളോട് നിർദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ 11th സ്റ്റെപ്പ് ഫോർ ദി നൈറ്റ്? എന്താണ് രാത്രിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ 11ാമത്തെ പടി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ചില നിർദ്ദേശങ്ങൾ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിയാത്മകമായി ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ പുനഃപരിശോധിക്കുന്നു. ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥ ചിന്തയുള്ളവരോ ആയിരുന്നോ? സത്യനിഷ്ഠയില്ലാത്തവരോ ഭയപരവശരോ ആയിരുന്നോ എന്നൊക്കെ. ഞങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതായിട്ടുണ്ടോ? മറ്റൊരു വ്യക്തിയോട് ഉടൻ തന്നെ തുറന്നു പറയേണ്ടതായുള്ള എന്തെങ്കിലും കാര്യം ഞങ്ങൾ സ്വയം മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരോടും ഞങ്ങൾ ദയയുള്ളവനും കനിവുള്ളവനും ആയിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി ഞങ്ങൾക്ക് ചെയ്യാമായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നോ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നോ? പൊതുവെ ജീവിതധാരയിലേക്ക് ഞങ്ങൾക്ക് എന്ത് പങ്കുവഹിക്കാൻ കഴിഞ്ഞു? ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഈ അവസരത്തിൽ മനപ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കും അനാരോഗ്യകരമായ ചിന്തകളിലേക്കും മനസ്സ് തെന്നിപ്പോകാതിരിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കുള്ള പ്രയോജനക്ഷമത മേൽ പറഞ്ഞത് മൂലം നഷ്ടപ്പെടാനിടയുണ്ട്. ഇപ്രകാരമുള്ള പുനഃപരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ദൈവത്തോട് മാപ്പിരക്കുകയും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്തെന്ന് ദൈവത്തോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ രാത്രിയിലെ നമ്മൾ ഒരു റിവ്യൂ ചെയ്യുന്നു. ദൈവത്തോട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ 11th സ്റ്റെപ്പ് ഫോർ ദി മോർണിംഗ്? എന്താണ് 11ാം പടി രാവിലെ ചെയ്യേണ്ടതായിട്ട് പറയുന്നത്? രാവിലെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള 24 മണിക്കൂറിനെ മാത്രം ചിന്തിക്കാം. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിൽ നിന്നും അസത്യത്തിൽ നിന്നും തൻകാര്യമാത്ര നിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുന്നതിനാവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികമായ കഴിവുകളെ ഉറച്ച മനസ്ഥിതിയോടെ പ്രയോഗക്ഷമമാക്കുവാൻ കഴിയുന്നു. കാരണം ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ദൈവം ഞങ്ങൾക്ക് തലച്ചോറ് നൽകിയിട്ടുണ്ട്. ദുർമോഹങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ഈ ചിന്തയുടെ പിൻബലമുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിലെത്തുന്നു. അതാണ് മോർണിംഗ് പ്രയർ ആയിട്ട് അല്ലെങ്കിൽ മോർണിംഗിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് 11 പറയുന്നത്. അടുത്തത് ചോദ്യം നമ്പർ 4, വാട്ട് ഇഫ് ഐ ആം അൺഷുവർ അബൌട്ട് തിങ്സ്? എനിക്ക് ഒരു നിശ്ചയമില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഇന്നത്തേത് മാത്രമായ ഒരു ദിവസത്തേക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അനിശ്ചിതത്തെ അഭിമുഖീകരിച്ചേക്കാം. ഏത് തരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ
പ്രചോദനത്തിനും സഹജാവബോധത്തിനും ചിന്തകൾക്കും തീരുമാനത്തിനുമായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആയാസരഹിതമായി നില അവലംബിച്ച് ഇതിനെ ലളിതമായി സമീപിക്കുന്നു. ഞങ്ങൾ ഒട്ടും വേവലാതിപ്പെടുന്നില്ല. കുറെ സമയത്തേക്ക് ഈ രീതി അവലംബിച്ചു കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് ശരിയായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ഭൂതോദയം പോലെ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം പോലെയോ ആയിരുന്ന കാര്യം ഇപ്പോൾ മനസ്സിന്റെ ഒരു പ്രവർത്തന ശൈലിയായി മാറിയിരിക്കുന്നു. അനുഭവരാഹിത്യമുള്ളവരായിരുന്നതുകൊണ്ടും ദൈവവുമായുള്ള സന്തത സഹവർത്തിത്വം സമീപകാലത്ത് മാത്രം ലഭിച്ചിരുന്നവരായിരുന്നതുകൊണ്ടും എല്ലായ്പ്പോഴും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുക എന്ന സാധ്യത ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള മോശമായ പ്രവൃത്തികളുടെയും ധാരണകളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഈ അനുമാനത്തിന്റെ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. എന്നിരുന്നാലും സമയം കടന്നു പോകുന്തോറും ഞങ്ങളുടെ ചിന്തിക്കുന്ന മനസ്സ് കൂടുതൽ കൂടുതൽ പ്രചോദനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു ചെല്ലുന്നതായി ഞങ്ങൾ അറിയുന്നു. ക്രമേണ അതിനെ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഇത് പേജ് നമ്പർ 85-ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ സംശയഗ്രസ്തരായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അനിശ്ചിതത്തെ ആശ്രയിക്കും, ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. അടുത്ത ചോദ്യം നമ്പർ 5. വാട്ട് ഇഫ് ഐ ആം ഡൗട്ട്ഫുൾ അബൌട്ട് തിങ്സ്? എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, സംശയഗ്രസ്തനായിട്ട് നിൽക്കുമ്പോൾ പേജ് നമ്പർ 86-ൽ ഇങ്ങനെ പറയുന്നു: മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഓരോ ദിവസവും ഞങ്ങൾ വികാര വിക്ഷുബ്ധരാകുമ്പോഴും സംശയഗ്രസ്തരാകുമ്പോഴും ശരിയായ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വേണ്ടി ഒരു നിമിഷം കാത്തു നിൽക്കുന്നു. ജീവിതമാകുന്ന നാടകം കളിക്കൽ ഞങ്ങളല്ല നടത്തുന്നത് എന്ന് നിരന്തരമായി സ്വയം ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതം നടക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ അപേക്ഷിക്കുന്നു. പേജ് നമ്പർ 86, മലയാളം ബുക്കിൽ പേജ് നമ്പർ 86-ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇസ് ദിസ് ദ ഓൺലി ഒഫീഷ്യൽ പ്രിൻസിപ്പിൾ ഫോർ മെഡിറ്റേഷൻ? ഇതാണോ ഔദ്യോഗികമായ ഒരു തത്വം, മെഡിറ്റേഷന് വേണ്ട തത്വം? അപ്പൊ അതിന് പേജ് നമ്പർ 86 തന്നെ ഉത്തരവുണ്ട്. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങളെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അവ തിരഞ്ഞെടുക്കുകയും കൃത്യസ്ഥമാക്കുകയും ചെയ്യുന്നു. വളരെയേറെ സഹായമായ നിരവധി പുസ്തകങ്ങളും ലഭ്യമാണ്. ആത്മീയതയെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളും ലഭ്യമാണ്. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വൈദികരിൽ നിന്നോ അല്ലെങ്കിൽ പുരോഹിതരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണ്. മതനിഷ്ഠയുള്ള ആളുകൾ എത്രമാത്രം ശരി ചെയ്യുന്നവരാണ് എന്ന് കാണുവാൻ ഞങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നൽകുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. നമ്മൾ മതനിഷ്ഠയുള്ളവരാണെങ്കിൽ നമ്മുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പുരോഹിതന്മാരെ കാണാനോ അല്ലെങ്കിൽ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നതിനോ മടി കാണിക്കേണ്ടതില്ല എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ആർ ദ പ്രോമിസസ് ഓഫ് സ്റ്റെപ്പ്? ഇത് അവസാനത്തെ ചോദ്യമാണ്. അതിന് ഉത്തരം എന്താണ്? നമ്മൾ 11-ാം പടി ചെയ്താൽ കിട്ടുന്ന വാഗ്ദാനങ്ങൾ. 1. മനോവിഭ്രാന്തികളിൽ നിന്നും ഭയം, കോപം, ആകുലത, സ്വയം സഹതാപം എന്നിവയിൽ നിന്നും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. കുറെ കൂടി പ്രാപ്തിയുള്ളവരായി ഞങ്ങൾ മാറുന്നു. തോന്നും മട്ടിൽ ജീവിതം കരിപിടിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പാഴാക്കിയിരുന്ന ഊർജം തോന്നും മട്ടിൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പാഴാക്കിയിരുന്ന ഊർജം ഇപ്പോൾ നിഷ്ഫലമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്നില്ല. അത് ഫലപ്രദമായ രീതിയിലും യഥാർത്ഥമായ നിലയിലും പ്രവർത്തിക്കുന്നു. അമിത മദ്യാസക്തരായ നമ്മൾ തികച്ചും അച്ചടക്കരഹിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരച്ചു കാട്ടിയ രീതിയിലുള്ള മാർഗത്തിലൂടെ ഞങ്ങളെ അച്ചടക്കമുള്ളവരാകുവാൻ ഉള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എല്ലാമായില്ല, കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക എന്ന സ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട്. അധ്വാനം കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. ഇറ്റ്സ് വർക്ക്, ഇറ്റ് റിയലി വർക്ക്. ഇതാണ് സ്റ്റെപ്പ് 11-ന്റെ അവസാന ഭാഗം. നാളെ നമുക്ക് സ്റ്റെപ്പ് 12. താങ്ക് യു.